സാറേ, ഈ പാർട്ടി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ പേര് മുകേഷാണ്. ഈ മുകേഷ് അവിടെയെല്ലാം ആ സ്ഥലത്തെല്ലാം വന്ന് ചുറ്റിക്കറങ്ങി പോവുകയാണ്. അദ്ദേഹമാണ് ഇത് നടപ്പിലാക്കാമല്ലോ, കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലമാണല്ലോ. സ്വന്തം മണ്ഡലത്തിൽ ഇത്രയും വലിയ പരിപാടി നടന്നിട്ടും അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഒരു പരിഗണന ലഭിക്കാത്തത്? മുകേഷ് ഇപ്പം ഈ കൊല്ലത്തുകാർക്കും പാർട്ടിക്കും ഒക്കെ വലിയൊരു തലവേദനയായിട്ടാണ് അനുഭവപ്പെടുന്നത്. കൊല്ലത്തുകാർ വോട്ടർമാർ പറയുന്നത് അവർക്ക് അബദ്ധം പറ്റിപ്പോയി. 2016 ഒന്ന് പരീക്ഷിച്ച് വിട്ടതാണ്. 2021 എങ്ങനെയോ വീണ്ടും കയ്യബദ്ധം പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ കൊല്ലത്തെ വോട്ടർമാർ മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ തൊഴുതു പറയുന്നുണ്ട്. കാരണം ഈ MLA അവിടെ ഒന്നിനും കിട്ടുന്നില്ല. കൊല്ലത്തുകാരുടെ അഭിമാനത്തിന് തന്നെ ദോഷകരമായിട്ടുള്ള ഒരാളാണ്. സിനിമാ നടൻ എന്നുള്ള പരിവേഷത്തിൽ അങ്ങനെ നടക്കുകയാണ്. സിനിമാ ഷൂട്ടിങ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. അത് നിയമസഭയിൽ പോലും കൃത്യമായിട്ട് ഹാജരാകുന്നില്ല. അവിടുത്തെയും ഹാജർ നില കുറവാണ്. പിന്നെ മണ്ഡലത്തിലെ കാര്യം പറയാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കക്ഷത്ത് ഡയറിയൊക്കെ വെച്ചുകൊണ്ട് ഇറങ്ങുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവരെ എപ്പോഴും നമ്മൾ അടച്ചാക്ഷേപിക്കരുത്. അല്ല, അദ്ദേഹത്തെ അങ്ങനെ വലിയ രീതിയിൽ തള്ളിപ്പറയാൻ കഴിയില്ല. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ചാവേറായി അദ്ദേഹം ഇറങ്ങിയതാണ്. അത് പാർട്ടിക്ക് എന്താ, ഈ CPM-കാർ തലയ്ക്കകത്ത് ആൾതാമസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ. CPM അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ട് നിർത്തിയാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു ചാവേറായിട്ട് അവസാനമായിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നത് ശരിയല്ല. അല്ല, അദ്ദേഹത്തിന് പിന്നെ പ്രശ്നമില്ല. എന്താണെന്നറിയാമോ, സിനിമയിൽ എന്തെല്ലാം വേഷം കെട്ടുന്നു, വെറും കോമാളിയാകുന്നു, എന്ത് വേഷവും കെട്ടത്തില്ലേ, അതുപോലൊരു വേഷം കെട്ടി ആടിയതാണ്. ഈ എന്തോ ഒരു കോമാളിയാണെന്നറിയാമോ. വോട്ടർമാരുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോഴും ഒരിക്കൽ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീച്ചിലൊക്കെ ചെന്നപ്പോൾ അവിടെ സ്ത്രീകൾ ചൂലും കെട്ടെടുത്തു. നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഇവരൊക്കെ ചൂലും കെട്ടെടുത്ത് അടിക്ക് ഓടിക്കണമെന്നൊക്കെ. അവിടെ ചൂലും കെട്ടെടുത്തെന്നേ അത് പല വീഡിയോകളിലൊക്കെ വന്നിട്ടുള്ളതാണ്. ഇദ്ദേഹം ഈ ഏതെങ്കിലും ജനങ്ങളാരെങ്കിലുമൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ എത്ര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. എന്താ സിനിമാക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇവർക്ക് എന്താ കൊമ്പുണ്ടോ? ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ നടനായിരുന്നു കേട്ടോ, O. മാധവൻ. അയ്യോ, അപാര നടനായിരുന്നു. അദ്ദേഹത്തിന് അഹന്തയൊന്നുമില്ല. നടനാണ്, നടനെന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ താരമൊന്നുമല്ല. O. മാധവൻ എന്നൊക്കെ അച്ഛനും ബാപ്പയും നാടകത്തിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത് കാണണം. അതിഗംഭീരമായിട്ടാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. ഇവരെല്ലാം മൊത്തത്തിൽ നാടക കലാകാരന്മാരായിരുന്നു. പിന്നെയാണല്ലോ ഈ സിനിമയിലോട്ടൊക്കെ പോയത്. O. മാധവൻ്റെ മുകേഷിൻ്റെ സഹോദരിയും ഒക്കെ നാടകത്തിൽ വളരെ സജീവമാണ്. ഡ്രാമ സ്കൂളിലൊക്കെ പഠിച്ചവരാണ്. സന്ധ്യ രാജേന്ദ്രൻ ഒക്കെയാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക്, അപ്പോൾ ഈ 2016 തന്നെ മുകേഷ് മത്സരിക്കുമ്പോഴേ അതിനു മുമ്പ് ഉണ്ടായിരുന്നത് അവിടെ ഗുരുദാസനാണ്, PK ഗുരുദാസൻ, VS പക്ഷക്കാരൻ, CPM-ലെ തലമുതിർന്ന നേതാവാണ്. ഗുരുദാസന് വെട്ടി നിരത്തിയതാണ് ഗുരുദാസനെ പിണറായി. VS പക്ഷക്കാരനാണ്, അഴിമതിയില്ലാത്ത ആളാണെന്ന്. എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് ഇരുന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അഴിമതി ഉണ്ടാക്കാവുന്ന വകുപ്പാണ്, അത് ചെയ്തിട്ടില്ല. അഴിമതി നടത്തിയിട്ടില്ല. VS പക്ഷക്കാരനായിരുന്നുള്ളത് കൊണ്ട് വെട്ടി നിരത്തുകയും ചെയ്തു. അങ്ങനെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ലല്ലോ, ഇപ്പോൾ 2 ടൈം അതിൻ്റെ പേരിലാണ് പിണറായി വെട്ടി നിരത്തിയത്. എന്നിട്ടാണ് മുകേഷിനെ ഏൽപ്പിച്ചത്. അല്ല, മുകേഷും ഇത്തവണ 2 ടൈം, മുകേഷ് രണ്ട് തവണ. ഇനിയിപ്പോൾ ഒരു പക്ഷേ ഇല്ലായിരിക്കാം. നിർത്തിയാലും തോറ്റു തുന്നം പാടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എന്താ സ്ഥാനാർത്ഥികൾ വേറെ ഇല്ലാഞ്ഞിട്ടാണോ? കാരണം പ്രേമചന്ദ്രനയുടെ എതിരിടണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കണം. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി നോക്കിയിട്ട് പാർട്ടിയുടെ പോക്കറ്റിൽ ഇല്ല. ഈ മുകേഷിന്, ചിന്തോ ജെറോം, ഇതെല്ലാം ഒരു കാറ്റഗറിയില്ലല്ലോ, ഒരു വണ്ടിക്ക് കേട്ട. അതിലാരെങ്കിലും പിടിച്ചു നിർത്തിയാൽ, റഹീമിനെ കൊണ്ട് നിർത്തിയാൽ ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അല്ലാതെ യാതൊരു മാറ്റവും ഇല്ല, താഴോട്ടും ഇല്ല, മോളോട്ടും ഇല്ല. റഹീം വന്നാൽ ചിലപ്പോൾ പാർലമെന്റിൽ, നേരത്തെ രാജ്യസഭയിലാണ് ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് എല്ലാവരെയും പേടിപ്പിച്ചത്. ഇനി ലോക്സഭയിലും കൂടെ പ്രസംഗിക്കും. ഈ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഇവർ ഉയർത്തിക്കൊടുത്തു എന്നുള്ളതാണ്. പ്രേമചന്ദ്രൻ ജയിക്കണം, അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രേമചന്ദ്രനെ പോലുള്ള നല്ല MP-മാർ കേരളത്തിൽ എത്ര പേരുണ്ട്?
പ്രേമേന്ദ്രനുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് MK രാഘവൻ, അദ്ദേഹത്തിന് ഓരോ തവണയും ഭൂരിപക്ഷം ഉയർത്തിപ്പോവുകയാണ്. തിരുവനന്തപുരത്തിന് ഒരു MP ഉണ്ടല്ലോ, അതറിയാമല്ലോ, നമ്മുടെ മുകേഷിൻ്റെ ചേട്ടനാണ് ഇക്കാര്യത്തിൽ. ഇവിടെ കിട്ടത്തില്ല. മുകേഷ് ഇവിടെ വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവിടെ വന്ന് തല ഇട്ട് നിൽക്കും. പക്ഷേ മുകേഷ് കൊല്ലത്തും അതുമില്ലെന്ന്. കൊല്ലത്തെന്ന് പറഞ്ഞാൽ അവിടെ വലിയ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശമാണ്. അവിടെ കോൺഗ്രസിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് കശുവണ്ടി തൊഴിലാളികൾ കൂടുതൽ വലിയ പിന്നോക്കമുള്ള ഒരു ജില്ല. അവർക്ക് എപ്പോഴും ഒരു MLA യുടെ സാന്നിധ്യം എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടെയാണ്. അവിടെ തൊഴിലാളികളുടെ ഒരു സാന്നിധ്യം വളരെ വലുതല്ലേ. RSPയുടെയൊക്കെ ഒരു വലിയ തട്ടകമല്ലേ. അവിടേക്കാണ് ഈ CPMന് ഒരു എപ്പോഴും കേരളത്തിൽ LDF അധികാരത്തിൽ വരുന്ന സമയത്ത് തിരുവനന്തപുരവും കൊല്ലവും അവരുടെ കയ്യിലായിരിക്കും പൂർണ്ണമായിട്ടും. ആ തരംഗം മുഴുവൻ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും ആയിരിക്കും. എപ്പോഴും നമ്മൾ കേരള രാഷ്ട്രീയത്തിൻ്റെ പൂർവ്വചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ജില്ലകൾ ഇവർ അവിടേക്ക് തരംഗമായിട്ട് നിൽക്കും. അതിൽ ഈ എറണാകുളം എന്ന് പറയുന്ന അപ്പോഴും UDFന് അതൊരു പച്ചത്തുരുത്തായിട്ട് നിൽക്കും. ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട് രാഷ്ട്രീയത്തിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്താണ് ഈ മുകേഷിനെ നിർത്തി പാർട്ടി എന്തുകൊണ്ടാണ് ഈ സീറ്റ് മനഃപൂർവ്വം നശിപ്പിച്ചത് തന്നെയാണ് പാർട്ടി. മുകേഷിനെ ഒരിക്കലും ഏൽപ്പിക്കാൻ പാടില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിടയ്ക്ക് ഈ സിനിമാക്കാരെ എല്ലാം ഇറക്കി മത്സരിപ്പിക്കുമായിരുന്നു. ഇന്നസെന്റിനെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചു ചാലക്കുടിയിൽ നിന്ന്. 2ാം തവണ പരാജയപ്പെട്ടില്ലേ? 2ാമത്തെ തവണ 19 അല്ലേ, 14 ജയിച്ചു. 19 പരാജയപ്പെട്ടു പോയി. പിന്നീട് KPSC ലളിതയെ ഇറക്കാനും ഒരു തീരുമാനം ഉണ്ടായിരുന്നു. 16 വലിയ എതിർപ്പുണ്ടായി, പിന്മാറേണ്ടി വന്നു എന്നുള്ളതാണ്. ഇവർ ഈ സിനിമാ പരിവേഷം കണ്ടിട്ട് ഇങ്ങനെ ഓരോരുത്തരെ ഇറക്കേണ്ട കാര്യമില്ല പാർട്ടിയിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന കാര്യം. നമ്മൾ ഈ കക്ഷത്ത് ഡയറിയും വെച്ചിറങ്ങുന്ന പഴയ രാഷ്ട്രീയക്കാരെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട. അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ മണ്ഡലം അറിയാവുന്നവർ. ഒരു മണ്ഡലത്തിനകത്ത് ഏത് പ്രശ്നം ഉണ്ടായാലും അവിടെ ഓടിയെത്തിയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് തൻ്റെ ഓഫീസിലിരുന്നു കൊണ്ട് മനസ്സിലാക്കുകയും നിയന്ത്രിക്കാനും കഴിയുന്ന, പരിഹരിക്കാനും കഴിയുന്ന ഒരാളാണ് MLA എന്ന് പറയുന്നത്. ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലം നോക്കാം. വട്ടിയൂർക്കാവ് മണ്ഡലം ഈ അടുത്ത കാലത്താണ് രൂപീകൃതമായത്. അവിടുത്തെ ആദ്യത്തെ MLA എന്ന് പറയുന്ന മുരളീധരനാണ്, കോൺഗ്രസിലെ. മുരളീധരൻ മണ്ഡലത്തെ മുഴുവൻ മനസ്സിലാക്കി, മുക്കും മൂലയും ഒക്കെ തന്നെ അദ്ദേഹം അവിടെ ശരിയാക്കിയെടുത്തു എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ റോഡുകളെല്ലാം നല്ല രീതിയിലാക്കി മുരളീധരൻ ഇരുന്ന സമയത്ത്. ഇപ്പം മോശമെന്നല്ല പറയുന്നത്. VK പ്രശാന്തും അത് തുടർന്നു ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്, മുരളീധരൻ ഈ വട്ടിയൂർക്കാവ് മണ്ഡലം വിട്ടുപോകണമെന്ന് താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തെ ഇവിടുന്നല്ലേ വടകരയ്ക്ക് വണ്ടി കയറ്റിയത്. വടകരയിൽ നിന്നാണ് പിന്നീട് നേമത്ത് കൊണ്ടുവന്നത്. പിന്നെയും കൊണ്ടുപോയി. പിന്നെയും വടകര മത്സരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നത്. ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുകയായിരുന്നു മുരളീധരനെ. അപ്പോൾ വടകരയിൽ എന്തായാലും പോയി അദ്ദേഹത്തിന് നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. CPMകാരുടെ കോട്ടയാണ്. പിന്നെ P. ജയരാജനെ തോൽപ്പിച്ചല്ലേ വടകരയിൽ നിന്ന് പോയതാ. അദ്ദേഹം മണ്ഡലം നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് നിന്ന് വിജയിച്ചു 2ാമത്തെ തവണ. ഒരിടത്ത് നിന്നും ജയിക്കാത്ത ആളാണ് കാസർഗോഡ് പോയി നിന്ന് ജയിച്ചത് 2014-ലും 2019-ലും. ഇപ്പോൾ കാസർഗോഡ് വിട്ടിട്ട് അദ്ദേഹം എങ്ങും പോകാറില്ല. തിരുവനന്തപുരത്തേക്ക് വരാറ് പോലും ഇല്ല. കഴിഞ്ഞ ദിവസം കണ്ടാണ് ആശാ വർക്കർമാരുടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത്. അല്ലാതെ അങ്ങനെയുള്ള ഔദ്യോഗിക കാര്യങ്ങൾ ഒക്കെ മാത്രമേ വരാറുള്ളൂ. അല്ലാതെ അദ്ദേഹം വരാറില്ല. കാസർഗോഡുകാരനായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഗുണമെന്ന് പറയുന്നത്. ഈ സിനിമാക്കാരെ ഒരിക്കലും കൊണ്ടുവന്ന് നിർത്തരുത്. ഇപ്പം മുരളി മത്സരിച്ചു, നമ്മുടെ നടൻ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ. മുരളി തോറ്റുപോയി. ഇവരുടെ കുഴപ്പമൊന്നും അറിയാം. മുകേഷ് സിനിമയ്ക്ക് പോയി, ഷൂട്ടിങ്ങിന് പറഞ്ഞ് പോവുകയാണ്. ഇടയ്ക്ക് ഏതോ സീരിയലിൽ ഏതോ അതിൻ്റെയൊക്കെ ഓരോ പേരുകളുണ്ട്. ബഡായി തട്ടുപുറോ ബംഗ്ലാവ്, അതിനകത്ത് പോയിരിക്കുന്നു. മറ്റേടത്ത് പോകുന്നു, മറിച്ചയിടത്ത് പോകുന്നു. ജനത്തിന് അതൊന്നുമല്ല ആവശ്യം. മണ്ഡലത്തിലുള്ള പ്രശ്നമാണ് വേണ്ടത്. അതുകൊണ്ട് സിനിമാക്കാരെ ഇറക്കരുത്. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് പരിപൂർണമായി വിട്ടിട്ട് നിൽക്കുന്നവർ ആയിരിക്കണം. ഇവരൊക്കെ എന്താണെന്നറിയാമോ, സിനിമയിൽ നിന്ന് ഒരു സമയത്ത് പുറത്താകുമെന്നറിയാം. അപ്പോൾ വേറൊരിടത്ത് മത്സരിച്ച് അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ ഗണേഷ് കുമാറും സുരേഷ് ഗോപിയെല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഗണേഷ് കുമാർ അച്ഛൻ്റെ ഒരു ഗുണമുള്ളവനാണ്, പാരമ്പര്യമുള്ളവനാണ്.
തന്തയ്ക്ക് പിറകുമെന്ന് പറയത്തില്ലേ, അതാണ് ഗണേഷ് കുമാർ. 5 തവണയായിട്ട് പത്തനാപുരം മണ്ഡലം തൻ്റെ കൈക്കുമ്പിളിലാണ്. ഓരോ ആഴ്ചയിലും ചെന്ന് നോക്കണം. ശനി ഞായർ മന്ത്രിയാണ്, ഇവിടെ ഇല്ല, തിരുവനന്തപുരത്തില്ല. പിന്നെ എവിടെയാണ്? പത്തനാപുരം പാർലമെന്റ് നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അവിടെ കാര്യങ്ങൾ പരിഹരിക്കുക. പത്തനാപുരം എവിടെ എന്ത് മാറ്റമുണ്ടായെന്നറിയാം. പണ്ട് പത്തനാപുരത്തെ തമാശയ്ക്ക് പറയുമായിരുന്നു കാട്ടു പത്തനാപുരം. ഇപ്പം അങ്ങനെ പറയത്തില്ലല്ലോ. ഇപ്പം മറ്റു നാട് പോലെ തന്നെ ഉയർന്നു നിൽക്കുകയാണ്. ഗണേഷിൻ്റെ ഒരു ഇതാണ്. പിന്നെ ചിലരെന്തെന്നറിയാമോ, പാർട്ടി മത്സരിച്ചിട്ട് പാർട്ടിക്ക് വേണ്ടി ഇറങ്ങി മത്സരിച്ച് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ KSFDCയുടെ ചെയർമാൻ, അല്ലെന്നുണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ, ഈ സ്ഥാനങ്ങളിൽ കയറി ഇരിക്കാം. സിനിമയിൽ നിന്നും ഏതായാലും ഔട്ടായി, അതുകൊണ്ട് അങ്ങനെ കയറിയിരിക്കാം എന്ന് കണക്ക് കൂട്ടുന്നവരും ഒക്കെയുണ്ട്. മുകേഷിൻ്റെ നോട്ടവും അതൊക്കെയാണ്. സിനിമയിൽ നിന്ന് എന്തായാലും കുറച്ചു കാലം കഴിയുമ്പോൾ പുറത്തു പോകേണ്ടി വരും. പക്ഷേ എന്തായാലും കൊല്ലത്ത് പാർക്ക് പറ്റിയ ഒരു അബദ്ധമാണ് മുകേഷ് MLA. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.